Dear students, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഫുഡ് ഇൻസൈഡ് മൗത്ത് ആണ് അല്ലേ. മൗത്തിനകത്ത് വെച്ചിട്ട് എന്തൊക്കെയാണ് ഫുഡിന് സംഭവിക്കുന്നതെന്നുള്ളത്. അതിന് ടീത്തും ടങ്ക് സലൈവ ഇതൊക്കെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം നമുക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യണ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പാർട്ട് ഫുഡ് ത്രൂ ഈസോഫാഗസ്. ഈസോഫാഗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നനാളം അല്ലേ. ഈ ഈസോഫാഗസിലേക്ക് ഫുഡ് എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഈസോഫാഗസും ട്രക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്വാസനാളം അല്ലേ. അപ്പോൾ ഈ ഈസോഫാഗസും ട്രക്കിയയും തമ്മിൽ പരസ്പരം ചേർന്ന് കിടക്കുന്ന രണ്ട് ട്യൂബുകളാണ് ഈസോഫാഗസും ട്രക്കിയയും. ഈ ഈസോഫാഗസും ട്രക്കിയയും സ്റ്റാർട്ട് ചെയ്യണത് ഫാരിൻസിൽ നിന്നാണ്. മനസ്സിലായല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ അതിൻ്റെ ഒരു പിക്ചർ വെച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഫാരിൻസ് ഉള്ളത്. ആ ഫാരിൻസിൽ നിന്നാണ് ഏത് തുടങ്ങുന്നത്, ഈസോഫാഗസും ട്രക്കിയയും തുടങ്ങുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണം, അതായത് വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്ന ഭക്ഷണം വിഴുങ്ങുമ്പോൾ അതെങ്ങനെയാണ് ഈസോഫാഗസിലേക്ക് മാത്രമായിട്ട് പോകുന്നത് എന്നുള്ളത്. അതായത് ഈ ഈസോഫാഗസും ട്രക്കിയയും ഓപ്പണായിട്ട് കിടക്കുന്ന രണ്ട് ട്യൂബ്സാണ്. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ഭക്ഷണം വിഴുങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ട്രക്കിയും ഓപ്പണായിട്ട് അവിടെ കിടക്കുന്നത്, ചിലപ്പോൾ ട്രക്കിയൽക്കും പ്രവേശിക്കാൻ ഇടവരും, എൻട്രി ചെയ്യാൻ ഇടവരും. പക്ഷേ ട്രക്കിയൽക്കൊന്നും പോവാതെ നേരെ നമ്മൾ വിഴുങ്ങുന്ന ഫുഡ് ഈസോഫാഗസിലേക്കാണ് അത് പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ വെക്കണം. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 22 ഇല്ലസ്ട്രേഷൻ 2.3 മോഡ് ഓഫ് സ്വാലോയിങ് ഫുഡ്. ആ പിക്ചർ ഒന്ന് നോക്കൂ എല്ലാവരും. മോഡ് ഓഫ് സ്വാലോയിങ് ഫുഡിൻ്റെ ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ആ പിക്ചറിലേക്കൊന്ന് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പാലറ്റ്. അതായത് ടങ്ക് എന്ത് ചെയ്യും, ടങ്കിൻ്റെയും ടീത്തിൻ്റെയും ഒക്കെ ഹെൽപ്പോടെ നമ്മൾ ഭക്ഷണത്തെ നന്നായിട്ട് ചവച്ചരച്ച് ഉരുളകളാക്കി മാറ്റും, ബോൾസാക്കി മാറ്റും. ഇനി ആ ബോളാക്കി മാറ്റിക്കഴിഞ്ഞാണ് നമ്മളത് വിഴുങ്ങുന്നത് അല്ലേ. വിഴുങ്ങുന്ന സമയത്ത് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ദിസ് പാർട്ട് ഈസ് യൂവുല. യൂവുല നെയ്സൽ ക്യാവിറ്റി, അതായത് ഫാരിങ്സിലേക്ക് ഓപ്പൺ ചെയ്യുന്ന നെയ്സൽ ക്യാവിറ്റിയെ യൂവുല ക്ലോസ് ചെയ്യും, അടയ്ക്കും. മനസ്സിലായോ. അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ യൂവുല നെയ്സൽ ക്യാവിറ്റിയെ ക്ലോസ് ചെയ്യണമെന്നറിയോ. നമ്മൾ ഭക്ഷണം വിഴുങ്ങുന്ന സമയത്ത് ഈ ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊന്നും നമ്മുടെ നെയ്സൽ ക്യാവിറ്റിയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഈ യൂവുല കൊണ്ട് അത് ക്ലോസ് ചെയ്യണത്. പിന്നെ എന്ത് ചെയ്യും, തേർഡ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു നേരത്തെ, ഈസോഫാഗസും ട്രക്കിയയും തമ്മിൽ പാരലായിട്ട് അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ട്യൂബ്സാണ്, ഓപ്പണായിട്ട് കിടക്കുന്ന ട്യൂബ്സാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഭക്ഷണം വിഴുങ്ങുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ട്രക്കിയയിലേക്ക് ഭക്ഷണം പ്രവേശിക്കാൻ ഇടവരും. അപ്പോൾ അതൊരിക്കലും അങ്ങനെ സംഭവിക്കണില്ല. അതങ്ങനെ സംഭവിക്കാതെ സംരക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നറിയോ, എപ്പിഗ്ലോട്ടിസ് ആണ് അതിനെ ഹെൽപ്പ് ചെയ്യണത്. പിക്ചറിലൊന്ന് നോക്കൂ, ഏതാണ് എപ്പിഗ്ലോട്ടിസ് എന്നുള്ളത്. ആ എപ്പിഗ്ലോട്ടിസ് ട്രക്കിയെ എന്ത് ചെയ്യും, ക്ലോസ് ചെയ്യും. അതായത് ഭക്ഷണം വിഴുങ്ങുന്ന സമയത്ത് ഈ ട്രക്കിയ കുറച്ച് റൈസപ്പ് ചെയ്ത് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അത് ക്ലോസ് ചെയ്യപ്പെടും. മനസ്സിലായല്ലോ. അപ്പോൾ ഭക്ഷണം വിഴുങ്ങുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും, യൂവുല നെയ്സൽ ക്യാവിറ്റിയെ ക്ലോസ് ചെയ്യും, ഇവിടെ എപ്പിഗ്ലോട്ടിസ് ട്രക്കിയയും ക്ലോസ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഭാഗവും ക്ലോസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടങ്കിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിലൂടെ, പിൻഭാഗത്തൂടെ എപ്പിഗ്ലോട്ടിസിൻ്റെ മുകളിലൂടെ ഫുഡ് ഈസോഫാഗസിലേക്ക് എത്തും. മനസ്സിലായോ പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പാലറ്റ്. സെക്കൻഡ് സ്റ്റെപ്പ്, യൂവുല ക്ലോസസ് ദ നേസൽ ക്യാവിറ്റി ദാറ്റ് ഓപ്പൺസ് ടു ദ ഫാരിങ്സ്. ദെൻ തേർഡ് സ്റ്റെപ്പ്, എപ്പിഗ്ലോട്ടിസ് ക്ലോസ്ഡ് ദ ട്രക്കിയ അല്ലേ. ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ഇറ്റ് ഈസ് ക്ലോസ്ഡ് ബൈ എപ്പിഗ്ലോട്ടിസ്. ദെൻ ലാസ്റ്റ് സ്റ്റെപ്പ്, posterior part of the tongue allows food to move over the epiglottis into the esophagus.
മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോൾ ഫുഡ് എവിടെ എത്തി? ഈസോഫാഗസിലെത്തി അല്ലേ. ഇനി ഈസോഫാഗസിൽ നിന്നും അത് എവിടേക്കാണ് എത്തുക? സ്റ്റൊമക്കിലേക്കാണ് എത്തുക അല്ലേ. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? പ്രായമായവരൊക്കെ അമ്മമാരും ഒക്കെ പറയുന്നുണ്ടാവും അല്ലേ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്നറിയാം? ഇപ്പോൾ നമ്മൾ ഭക്ഷണം സ്വാലോ ചെയ്യുന്ന സമയത്ത് നേസൽ ക്യാവിറ്റിയിലേക്ക് ഫുഡ് കയറാതിരിക്കുന്നത് യൂവുലയുടെ ഹെൽപ്പോടെയാണ്, സഹായത്തോടെയാണ് അല്ലേ. യൂവുല നേസൽ ക്യാവിറ്റിയെ ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് ഫുഡ് നേസൽ ക്യാവിറ്റിയിലേക്ക് കയറാത്തത്. അതേപോലെ തന്നെ ട്രക്കിയൽക്ക് ഫുഡ് പ്രവേശിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? എപ്പിഗ്ലോട്ടിസ് അതിനെ ക്ലോസ് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് ട്രക്കിയൽക്കും ഫുഡ് പ്രവേശിക്കാത്തത്. ഇനി നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഥവാ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക? ഈ യൂവുലേക്ക് നേസൽ ക്യാവിറ്റിയെ ക്ലോസ് ചെയ്യാൻ പറ്റാതെ ആവും. അതേപോലെ എപ്പിഗ്ലോട്ടിസിന് ട്രക്കിയെയും ക്ലോസ് ചെയ്യാൻ പറ്റാതെ ആവും. അപ്പോഴാണ് ഭക്ഷണം തരിപ്പിൽ കയറുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അതാണ് സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ. നേസൽ ക്യാവിറ്റിയിലേക്കൊക്കെ ഫുഡ് പാർട്ടിക്കിൾസ് കയറിക്കഴിഞ്ഞാൽ അത് നേരെ പിന്നെ തരിപ്പ് കയറി ശ്വാസം കിട്ടാതെ മരണമടക്കം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഓക്കെ. ഇനി ഈസോഫാഗസിലൂടെ ഈ ഫുഡ് എങ്ങനെയാണ് സ്റ്റൊമക്കിൽ എത്തുക എന്നുള്ളത് നോക്കാം. അപ്പോൾ പേജ് നമ്പർ 23 ഫിഗർ 2.3 പെരിസ്റ്റാൾസിസ് ഇൻ ദ ഈസോഫാഗസ്, ആ പിക്ചർ ഒന്ന് നോക്കുക എല്ലാവരും. അപ്പോൾ ഫുഡ് ഈ ഈസോഫാഗസിലൂടെ എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസോഫാഗസിൻ്റെ വാളിൽ ഒരു വേവ് ലൈക്ക് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ആ മൂവ്മെൻറ്റിൻ്റെ ഹെൽപ്പോടെയാണ് ഫുഡ് എവിടേക്ക് എത്തുന്നത്? ഈസോഫാഗസിലൂടെ കടന്നുപോയി സ്റ്റൊമക്കിലേക്ക് എത്തിച്ചേരുന്നത്. മനസ്സിലായല്ലോ. ഇത്തരം ഈ ഈസോഫാഗസിൻ്റെ വാളിൽ നടക്കുന്ന ഈ വേവ് ലൈക്ക് മൂവ്മെൻറ്റിനെയാണ് പെരിസ്റ്റാൾസിസ് എന്ന് പറയുന്നത്. The wave-like movement of the walls of the esophagus are called peristalsis. മനസ്സിലായോ എന്താണ് പെരിസ്റ്റാൾസിസ്? അതായത് ഫുഡ് പാർട്ടിക്കിൾസ് ഈസോഫാഗസിലൂടെ സ്റ്റൊമക്കിലേക്ക് എത്തുന്നത് പെരിസ്റ്റാൾസിസിൻ്റെ സഹായത്തോടെയാണ്. മനസ്സിലായല്ലോ. ഇനി അപ്പോൾ ഫുഡ് ഇപ്പോൾ സ്റ്റൊമക്കിലെത്തി അല്ലേ. ഇനി സ്റ്റൊമക്കിൽ വെച്ച് ഡൈജഷൻ നടക്കുന്നുണ്ട്. ആ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെയാണ് സ്റ്റൊമക്കിലുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സ്റ്റൊമക്കിൽ ഫുഡ് എത്തിക്കഴിഞ്ഞാൽ സ്റ്റൊമക്കിലും പെരിസ്റ്റാൾസിസ് നടക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റൊമക്കിൽ നടക്കുന്ന പെരിസ്റ്റാൾസിസ് ആണ് പേജ് നമ്പർ 23 തന്നെ ഫിഗർ 2.4 കാണിച്ചിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ സ്റ്റൊമക്കിലുള്ള പെരിസ്റ്റാൾസിസ് ഹെൽപ്പ് ചെയ്യുന്നത് ഫുഡിനെ പേസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടിയാണ്. The strong peristalsis in the stomach converts food into a paste form. പിന്നെ അത് കൂടാതെ സ്റ്റൊമക്കിൻ്റെ പോസ്റ്റീരിയർ പാർട്ടിൽ ഉള്ള, അതായത് പോസ്റ്റീരിയർ പാർട്ടിൽ സർക്കുലർ മസിൽസ് കാണപ്പെടുന്നുണ്ട്. പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കുക. ആ സർക്കുലർ മസിൽസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നറിയാം? കുറച്ച് സമയത്തേക്ക് ആ ഫുഡിനെ സ്റ്റൊമക്കിൽ തന്നെ പിടിച്ചു നിർത്താനായിട്ട്. മനസ്സിലായല്ലോ. അപ്പോൾ എന്തിനാണ് അങ്ങനെ പിടിച്ചു നിർത്തുന്നതെന്നറിയോ? പെട്ടെന്ന് തന്നെ സ്റ്റൊമക്കിൽ എത്തിയിട്ട് അതേപോലെ നെക്സ്റ്റ് പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഡൈജഷൻ നടക്കാനുള്ള സമയം അവിടെ കിട്ടും. അപ്പോൾ ആ ഡൈജഷന് വേണ്ടിയാണ് കുറച്ച് സമയത്തേക്ക് ആ ഫുഡിനെ അവിടെ പിടിച്ചു നിർത്തുന്നത്. അതാരാണ്? സർക്കുലർ മസിൽസാണ്. മനസ്സിലായല്ലോ. ഇനി ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന എന്തെല്ലാം കോമ്പോണൻസ് ആണ് നമ്മുടെ സ്റ്റൊമക്കിലുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മൗത്തിൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ഗ്ലാൻഡാണ് സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡ് സെക്രറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസാണ് സലൈവ. സലൈവയിലാണ് ഡൈജഷന്, മൗത്തിൽ ഒരു സ്ലൈറ്റ് ഡൈജഷൻ നടന്നു. ആ ഡൈജഷന് വേണ്ട എൻസൈംസും മറ്റ് കോമ്പോണൻസും ഒക്കെ സലൈവയിലാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അതുപോലെ സ്റ്റൊമക്കിൽ
ഗ്യാസ്ട്രിക് ജ്യൂസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അവിടെയുള്ള ഗ്ലാൻസ്. ആ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള കോമ്പോണൻസ് ഏതൊക്കെയാണെന്നുള്ളതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 24 എന്നെടുക്കുക. 24-ലെ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഫങ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇല്ലുസ്ട്രേഷൻ 2.4 നോക്കുക, ഗ്യാസ്ട്രിക് ജ്യൂസ് കോമ്പോണൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള കോമ്പോണൻസ് ആണ് പെപ്സിൻ, ഗ്യാസ്ട്രിക് ലിപ്പേസ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് മ്യൂക്കസ്. അപ്പോൾ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന 2 എൻസൈംസ് ഗ്യാസ്ട്രിക് ജ്യൂസിലുണ്ട്, പെപ്സിനും ഗ്യാസ്ട്രിക് ലിപ്പേസും. ഇതാണ് അതായത് ഫുഡിലുള്ള ന്യൂട്രിയൻസിനെ ഡൈജസ്റ്റ് ചെയ്യുന്ന 2 ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള എൻസൈംസ് ആണ് പെപ്സിൻ ആൻഡ് ഗ്യാസ്ട്രിക് ലിപ്പേസ്. ഈ 2 എൻസൈംസ് കൂടാതെ ഹൈഡ്രോക്ലോറിക് ആസിഡും മ്യൂക്കസും കാണപ്പെടും. അപ്പോൾ ഓരോന്നിൻ്റെയും ഫങ്ഷൻ നമുക്ക് നോക്കാം. പെപ്സിൻ കൺവേർട്സ് പ്രോട്ടീൻ ടു പെപ്റ്റോൺസ് പാർഷ്യലി. അപ്പോൾ പ്രോട്ടീന് ഒരു ന്യൂട്രിയൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഡൈജഷൻ നടക്കുന്ന ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ഓർ ലിപ്പിഡ്. അപ്പോൾ മൗത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷനാണ് ചെറിയ തോതിൽ നടന്നത്, സ്ലൈറ്റ്ലി ഡൈജഷൻ നടന്നു അല്ലേ. സ്റ്റാർച്ച് പാർഷ്യലി മാൾട്ടോസായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. ഇവിടെ സ്റ്റൊമക്കിലെത്തിയപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ നടക്കണില്ല. പിന്നെ അവിടെ എത്തിയ ഫുഡിൽ പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ ആ പ്രോട്ടീനെ പാർഷ്യലി പെപ്റ്റോണായിട്ട് കൺവേർട്ട് ചെയ്യാണ് പെപ്സിൻ എന്ന എൻസൈം ചെയ്യുന്നത്. മനസ്സിലായല്ലോ, പെപ്സിൻ കൺവേർട്സ് പ്രോട്ടീൻ ടു പെപ്റ്റോൺസ് പാർഷ്യലി. ദെൻ നെക്സ്റ്റ് എൻസൈം ഗ്യാസ്ട്രിക് ലിപ്പേസ്. ഗ്യാസ്ട്രിക് ലിപ്പേസ് ഫാറ്റിൻ്റെ ഡൈജഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്യാസ്ട്രിക് ലിപ്പേസ് ഡൈജസ്റ്റ് പാർഷ്യലി. ഫാറ്റിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ് ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള ഗ്യാസ്ട്രിക് ലിപ്പേസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൊമക്കിൽ വെച്ച് 2 ന്യൂട്രിയൻസിൻ്റെ ഡൈജഷൻ നടക്കുന്നുണ്ട്. പ്രോട്ടീനും പാർഷ്യലി ഡൈജസ്റ്റ് ആവുന്നുണ്ട്, അതുപോലെ ഫാറ്റും പാർഷ്യലി ഡൈജഷൻ നടക്കുന്നുണ്ട്. പ്രോട്ടീന് പാർഷ്യലി ഡൈജഷൻ നടന്ന് പെപ്റ്റോൺസ് ആയിട്ട് മാറുന്നുണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് പെപ്സിൻ. ഫാറ്റിൻ്റെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഗ്യാസ്ട്രിക് ലിപ്പേസ്. മനസ്സിലായോ? ഇനി അത് കൂടാതെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നത് ഡിസ്ട്രോയ്സ് ജേംസ് ഇൻ ദ ഫുഡ്, റെഗുലേറ്റ്സ് pH സ്യൂട്ടബിൾ ഫോർ ദ ഡൈജഷൻ ഇൻ സ്റ്റൊമക്ക്. അതായത് ജേംസിനെ, സ്റ്റൊമക്കിലെത്തിയ ഫുഡിലുള്ള ജേംസ് ഉണ്ടെങ്കിൽ ആ ജേംസിനെയൊക്കെ നശിപ്പിക്കാൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ നടക്കുന്ന ഡൈജഷൻ അനുസരിച്ച് pH റെഗുലേറ്റ് ചെയ്യാനും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഫങ്ഷൻസ്. പിന്നെ ലാസ്റ്റ് കോമ്പോണൻറ്റ് മ്യൂക്കസ്. മ്യൂക്കസ് പ്രൊട്ടക്ട്സ് ദ സ്റ്റൊമക്ക് വാൾ ഫ്രം ദ ആക്ഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. അതായത് ഡൈജസ്റ്റീവ് ജ്യൂസസിൻ്റെ ആക്ഷനിൽ നിന്ന് സ്റ്റൊമക്ക് വാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മ്യൂക്കസിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ കോമ്പോണൻറ്റ്സ് ഇൻ gastric juice. Okay, listen children, from the stomach the food enters the duodenum. You know what is duodenum? Please look at the picture in page number 25. Okay, illustration 2.5. Here you can see the duodenum. Duodenum is the initial part of the small intestine. അതായത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ തുടങ്ങുന്ന അത് ഒരു സി ഷേപ്പിലുള്ള പാർട്ടിനെയാണ് ഡുവോഡിനം എന്ന് പറയുക. അപ്പോൾ സ്റ്റൊമക്ക് കഴിഞ്ഞാൽ അടുത്ത ഡൈജഷൻ നടക്കുന്നത് ഡുവോഡിനത്തിൽ വെച്ചാണ്. പക്ഷേ സ്റ്റൊമക്കിലും അതുപോലെ മൗത്തിലൊക്കെ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഡുവോഡിനത്തിൽ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ഇല്ല. പക്ഷേ ഡൈജസ്റ്റീവ് ജ്യൂസ് അവിടെ എത്തുന്നുണ്ട് ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നുമാണ്
ഡൈജസ്റ്റീവ് ജ്യൂസ് ഡുവോഡിനത്തിലെത്തുന്നത്. ലിവർ ഒരു ഗ്ലാൻഡാണ്, പാൻക്രിയാസും. ആ ലിവറും പാൻക്രിയാസും സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസ് എവിടെ എത്തും? ഒരു സെപ്പറേറ്റ് ഡക്റ്റിലൂടെ ഡുവോഡിനത്തിലെത്തും. ഡുവോഡിനത്തിലെത്തിക്കഴിഞ്ഞാൽ ഡൈജഷൻ നടക്കും. അപ്പോൾ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസാണ്, ഡൈജസ്റ്റീവ് ജ്യൂസാണ് ബൈൽ. മനസ്സിലായല്ലോ? ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസാണ് ബൈൽ. ഈ ബൈലിൽ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് കാണപ്പെടുന്നുണ്ട്. ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലിലുള്ള എൻസൈംസ് ഹെൽപ്പ് ചെയ്യുന്നത് ഫാറ്റിൻ്റെ ഡൈജഷനാണ്. അപ്പം നേരത്തെ നമ്മൾ സ്റ്റൊമക്കിൽ വെച്ച് ഗ്യാസ്ട്രിക് ലിപ്പേസ് ഫാറ്റിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ പാർഷ്യലി ഡൈജസ്റ്റായ ഫാറ്റാണ് പിന്നെ ഡുവോഡിനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ലിവർ സെക്രീറ്റ് ചെയ്യണ ബൈലിലുള്ള എൻസൈം ആ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റും. അങ്ങനെയാണ് ബൈലിലുള്ള എൻസൈം ആ ഫാറ്റിനെ ഡൈജസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഫാറ്റിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല, മനസ്സിലായല്ലോ? സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റിയിട്ടുള്ളൂ. പിന്നെ അതുകൂടാതെ ബൈല് പിന്നെ എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണമെന്നറിയാം? മേക്കിംഗ് ദ ഫുഡ് ആൽക്കലൈൻ. നമ്മുടെ ഫുഡിനെ ആൽക്കലൈൻ ആക്കി മാറ്റാനും ബൈല് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഈ ബൈല് ലിവർ സെക്രീറ്റ് ചെയ്ത് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഗോൾ ബ്ലാഡറിലാണ്. മനസ്സിലായല്ലോ? പിക്ചറിൽ നോക്കുക, ഒരു ഗ്രീൻ കളറിൽ കാണുന്നില്ലേ? അതാണ് ഗോൾ ബ്ലാഡർ. അപ്പോൾ ഈ ബൈല് വന്ന് സ്റ്റോർ ചെയ്യപ്പെടുന്നത്, ലിവർ സെക്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത് ഗോൾ ബ്ലാഡർ. അപ്പോൾ നോക്കൂ, ഡുവോഡിനത്തിൽ വെച്ച് ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലിൻ്റെ ഹെൽപ്പോടെ ഫാറ്റിൻ്റെ ഡൈജഷൻ നടക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടില്ല ഫാറ്റിൻ്റെ ഡൈജഷൻ, അതിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റിയിട്ടുള്ളൂ അല്ലേ? എൻസൈംസ് ആർ പ്രസൻറ്റ് ഇൻ ദ ബൈൽ secreted by the liver. It helps in the digestion by breaking down fat into smaller particles. പിന്നെ എന്തൊക്കെയാണ് ബൈലിൻ്റെ ഫങ്ഷൻസ്? മേക്കിംഗ് ദ ഫുഡ് ആൽക്കലൈൻ അല്ലേ? പിന്നെ ഈ ബൈല് പോയിട്ട് ഗോൾ ബ്ലാഡറിൽ പോയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസും പാൻക്രിയാറ്റിക് ജ്യൂസും ഡുവോഡിനത്തിലെത്തി അവിടെ എത്തിയ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ്, അതായത് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. എല്ലാവരും പേജ് നമ്പർ 25 പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈംസ് 3 എൻസൈംസ് കൊടുത്തിട്ടുണ്ട്. പാൻക്രിയാറ്റിക് അമിലേസ്, ട്രിപ്സിൻ ആൻഡ് പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഈ പാൻക്രിയാറ്റിക് അമിലേസ് എന്തിൻ്റെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നതെന്നറിയോ? സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്യാനാണ് പാൻക്രിയാറ്റിക് അമിലേസ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മൗത്തിൽ വെച്ച് സലൈവയിലുള്ള എൻസൈമിനെ പറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? സലൈവയിലുള്ള എൻസൈമാണ് സലൈവറി അമിലേസ്. ആ സലൈവറി അമിലേസ് സ്റ്റാർച്ചിനെ പാർഷ്യലി മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ? പിന്നെ സ്റ്റൊമക്കിൽ വെച്ചോ ഒന്നും നമ്മുടെ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ നടന്നിട്ടില്ല. പിന്നെ ഡൈജഷൻ നടക്കുന്നത് ഡുവോഡിനത്തിൽ വെച്ച് പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള എൻസൈമിൻ്റെ ഹെൽപ്പോടെയാണ്. ആ എൻസൈമാണ് പാൻക്രിയാറ്റിക് അമിലേസ്. പാൻക്രിയാറ്റിക് അമിലേസ് കൺവേർട്ട് സ്റ്റാർച്ച് ഇൻറ്റു മാൾട്ടോസ്. ഓക്കെ, നെക്സ്റ്റ് എൻസൈം ട്രിപ്സിൻ. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള അടുത്ത എൻസൈമാണ് ട്രിപ്സിൻ. ട്രിപ്സിൻ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്നറിയോ? പ്രോട്ടീൻ്റെ ഡൈജഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൊമക്കിൽ വെച്ച് പെപ്സിൻ എന്ന എൻസൈമിൻ്റെ ഹെൽപ്പോടെ ഡൈജഷൻ നടന്നു. പാർഷ്യലി പെപ്റ്റോൺസ് ആക്കി കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ പാർഷ്യലി പെപ്റ്റോൺ ആയി മാറ്റപ്പെട്ട പ്രോട്ടീനെയാണ് ട്രിപ്സിൻ എന്ത് ചെയ്യുന്നത്? പെപ്റ്റൈഡാക്കി കൺവേർട്ട് ചെയ്യുന്നത്. ട്രിപ്സിൻ കൺവേർട്ട് ദ പ്രോട്ടീൻ ടു പെപ്റ്റൈഡ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് എൻസൈം present in pancreatic juice is pancreatic lipase. പാൻക്രിയാറ്റിക് ലിപ്പേസ് എന്തിൻ്റെ ഡൈജഷനാണ് ഹെൽപ്പ് ചെയ്യാന്നറിയോ? ഫാറ്റിൻ്റെ ഡൈജഷനാണ് ഹെൽപ്പ് ചെയ്യുക.
അപ്പോൾ ഫാറ്റിനെ പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ വെച്ച് ഫാറ്റിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആവും. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ലിപ്പേസാണ് ഫാറ്റിൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. ഫാറ്റിനെ എന്താക്കി മാറ്റും? പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യും. പിന്നെ അത് ഡുവോഡിനത്തിൽ എത്തിക്കഴിഞ്ഞാൽ ലിവർ സെക്രീറ്റ് ചെയ്യുന്ന ബൈലിലുള്ള എൻസൈംസ് ആ ഫാറ്റിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റും അല്ലേ. ഇപ്പോൾ ഡുവോഡിനത്തിൽ വെച്ച് തന്നെ പാങ്ക്രിയാറ്റിക് ലിപ്പേസ് ഫാറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. അപ്പോൾ നമ്മൾ ഡൈജഷൻ എന്താണെന്ന് പഠിച്ചിരുന്നു തുടക്കത്തിൽ അല്ലേ. വാട്ട് ഈസ് ഡൈജഷൻ? ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻറ്റു സിമ്പിൾ അബ്സോർബിൾ ഫോംസ് അല്ലേ. അപ്പോൾ ഈ സിമ്പിൾ അബ്സോർബിൾ ഫോമാക്കി മാറ്റുന്നത് എന്തിനാണെന്നാണ് പറഞ്ഞത്? സെല്ലിലേക്കും ബ്ലഡിലേക്കൊക്കെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടി അല്ലേ. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് ആയും പ്രോട്ടീനായും അതുപോലെ ഫാറ്റായും ബ്ലഡിലേക്കോ അതുപോലെ സെല്ലിലേക്കോ അബ്സോർബ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റും അബ്സോർബ് ചെയ്യാൻ പാകത്തിൽ. അപ്പോൾ ഫാറ്റിൻ്റെ ഡൈജഷൻ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയി. ഏതിൻ്റെ? ഇപ്പോൾ പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ള പാങ്ക്രിയാറ്റിക് ലിപ്പേസ് എന്ന എൻസൈമിൻ്റെ ആക്ഷനോടെ ഫാറ്റിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആയി. ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയ സ്മോളർ പാർട്ടിക്കിൾസ് ആക്കി മാറ്റി. അപ്പോൾ ഈ ഫാറ്റി ആസിഡിനും ഗ്ലിസറോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും മൈന്യൂട്ടായിട്ടുള്ള മോളിക്യൂൾസാണ്. അതിനെ ബ്ലഡിലേക്കും അതുപോലെ സെല്ലിലേക്കും ഒക്കെ അബ്സോർബ് ചെയ്യാൻ സാധിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ ഫാറ്റിൻ്റെ ഡൈജഷൻ കഴിഞ്ഞു. ഇനി എന്തിൻ്റെയൊക്കെ ഡൈജഷൻ കംപ്ലീറ്റ് ആക്കാണ്ട്? സ്റ്റാർച്ചിൻ്റെയും പ്രോട്ടീൻ്റെയും ഡൈജഷൻ കംപ്ലീറ്റ് ആവാനുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഇനി എവിടെയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. When the partially digested food moves forward from duodenum and reaches in the small intestine. Okay, the glands in the small intestine secrete intestinal juice, and in this intestinal juice different enzymes are present. Next we discuss about the different enzymes present in the intestinal juice. അപ്പോൾ intestinal ജ്യൂസിൽ കാണപ്പെടുന്ന എൻസൈംസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. Some of the enzymes convert maltose, lactose and sucrose into glucose, fructose and galactose. മനസ്സിലായോ? അതായത് ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ള ചില എൻസൈംസ് മാൾട്ടോസിനെയും ലാക്ടോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്കിലുള്ള കാർബോഹൈഡ്രേറ്റിനെയാണ് ലാക്ടോസ് എന്ന് പറയാം. പിന്നെ സൂക്രോസ് ഒരു ഷുഗറാണ്. അപ്പോൾ മാൾട്ടോസ്, ലാക്ടോസ്, സൂക്രോസ് ഇതിനെയൊക്കെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ് ആയി കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ആയി. കാർബോഹൈഡ്രേറ്റ് ഡൈജസ്റ്റ് ചെയ്ത് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള മോളിക്യൂൾസായുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ് ആക്കി മാറ്റപ്പെട്ടു. ഓക്കെ. പിന്നെ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ള അനദർ സെറ്റ് ഓഫ് എൻസൈംസ് എന്ത് ചെയ്യും? ഇറ്റ് കൺവേർട്സ് പെപ്റ്റൈഡ്സ് ടു അമിനോ ആസിഡ്സ്. പെപ്റ്റൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ഡൈജഷൻ നടന്ന് ഉണ്ടായ ഒരു കോമ്പോണൻ്റാണ് ഏത്? പെപ്റ്റൈഡ്സ് അല്ലേ. സ്റ്റൊമക്കിലുള്ള പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോണാക്കി കൺവേർട്ട് ചെയ്തു പാർഷ്യലി. അത് കഴിഞ്ഞ് ഡുവോഡിനത്തിൽ ഫുഡ് എത്തിയപ്പോൾ പാങ്ക്രിയാറ്റിക് ജ്യൂസിലുള്ള ട്രിപ്സിൻ പ്രോട്ടീനെ, അതായത് പാർഷ്യലി ഡൈജസ്റ്റ് ആയിട്ടുള്ള പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി ഡൈജസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എത്തിയപ്പോൾ ഇൻറ്റസ്റ്റൈനൽ ജ്യൂസിലുള്ള ചില എൻസൈംസ് ആ പെപ്റ്റൈഡ്സിനെ അമിനോ ആസിഡായിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഡൈജഷൻ ഇപ്പോൾ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച്
കംപ്ലീറ്റ് ആയി. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ പിക്ചർ നിങ്ങൾ കണ്ടു കാണും അല്ലേ? ഇറ്റ് ഈസ് അബൌട്ട് 5 to 6 meters ലോങ്. അത്രയും 5 മുതൽ 6 മീറ്റർ വരെ നീളമുണ്ട് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. അത് കിടക്കുന്നത് എങ്ങനെയാണ്? ചുരുണ്ട് മടങ്ങിയാണ് കിടക്കുന്നത് അല്ലേ? ആ ഫോൾസായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ ഫുഡ് അതിലൂടെ വളരെ പതുക്കെ മാത്രമേ കടന്നു പോവുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഡൈജഷൻ അത്രയും നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് നടക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അതിൻ്റെ സ്ട്രക്ചർ അത്രയും ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ചുരുണ്ട് ഫോൾസായിട്ട് കിടക്കുന്നതുകൊണ്ട് ഫുഡ് പാർട്ടിക്കിൾസ് അത്രയും പതുക്കെ മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ ഡൈജഷൻ അത്രയും ഇഫക്റ്റീവായിട്ട് അവിടെ നടക്കുകയും ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചാണ് ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നതും അതുപോലെ അതായത് ഈ 3 ന്യൂട്രിയൻസിൻ്റെയും ഡൈജഷൻ നടന്നുണ്ടായ ആ ഓരോ പ്രോഡക്ട്സും ഉണ്ടല്ലോ, അതൊക്കെ അബ്സോർപ്ഷൻ നടക്കുന്നതും സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ വിക്ടേഴ്സ് ക്ലാസ്സിൽ ഇതുവരെയാണ് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടീച്ചറുടെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മടി കൂടാതെ ചോദിക്കുക കേട്ടോ. ഓക്കെ, ഇനി ടീച്ചർ അതിലെ നോട്ട്സ് ഏതൊക്കെ എഴുതേണ്ടതെന്നുള്ളത് പറയാം. ഇന്ന് നമ്മളെടുത്ത ഭാഗത്തെ നോട്ട്സ് എഴുതേണ്ടത് മോഡ്സ് ഓഫ് സ്വാലോയിങ് ഫുഡ്. അത് പിക്ചർ വരയണ്ട, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫ്ലോ ചാർട്ടായിട്ട് എഴുതിയാൽ മതി. ഫസ്റ്റ് സെക്കൻഡ് സ്റ്റെപ്പ്, അത് കഴിഞ്ഞ് ആരോ മാർക്ക് ഇട്ടിട്ട് അങ്ങനെ ആ 4 സ്റ്റെപ്പ് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എഴുതേണ്ടത് ഇൻഡിക്കേറ്റേഴ്സ് ഇൻ പേജ് നമ്പർ 24. റോൾ ഓഫ് ദ മസിൽസ് ഇൻ ദ സ്റ്റൊമക്ക് വാൾ ഇൻ ഡൈജസ്റ്റീവ് പ്രോസസ്സ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. സർക്കുലർ മസിൽസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സർക്കുലർ മസിൽസ് പ്രസൻറ്റ് ഇൻ ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്ക് റീറ്റെയിൻ ഫുഡ് ഫോർ എ സ്പെസിഫിക് പീരിയഡ് അല്ലേ? പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റോൾ ഓഫ് നോൺ എൻസൈം കോമ്പോണൻറ്റ്സ് ഓഫ് ദ ഗ്യാസ്ട്രിക് ജ്യൂസ്? അപ്പോൾ ഏതൊക്കെയാണ് നോൺ എൻസൈം പ്രോഡക്ട്സ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആൻഡ് മ്യൂക്കസ് ആർ ദ നോൺ എൻസൈം കോമ്പോണൻറ്റ്സ് ഇൻ ദ ഗ്യാസ്ട്രിക് ജ്യൂസ്. അതെങ്ങനെയൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതിൻ്റെ ഫങ്ഷൻസ് ആണ് എഴുതേണ്ടത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് destroys germs in the food. It regulates pH suitable for the digestion in stomach. Next non-enzyme component ആണ് mucus. Mucus protects the stomach wall from the actions of digestive juices. Okay. Next, which are the nutrients that undergo digestion inside the stomach? How? Pepsin and gastric lipase are the enzymes present in gastric juice. Pepsin converts protein to peptones partially and gastric lipase digest fat partially. Okay. Next എഴുതേണ്ടത് പേജ് നമ്പർ 25 the enzymes present in pancreatic juice and their functions. Okay, അതും കൂടി എഴുതണം. പിന്നെ പേജ് നമ്പർ 25 തന്നെ ന്യൂട്രിയൻസ് സബ്ജക്റ്റഡ് ടു ഡൈജഷൻ എൻഡ് പ്രോഡക്ട്സ്, അതൊന്ന് എഴുതണം. അപ്പോൾ നമ്മൾ ഡൈജഷൻ നടന്നു കഴിഞ്ഞു, ഡൈജഷനൊക്കെ കംപ്ലീറ്റ് ആയി അല്ലേ? അപ്പോൾ ഡൈജഷൻ കംപ്ലീറ്റ് ആയപ്പോൾ ഏതൊക്കെ ന്യൂട്രിയൻസിൻ്റെയാണ് ഡൈജഷൻ നടന്നത്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് അല്ലേ? കാർബോഹൈഡ്രേറ്റിന് ഡൈജഷൻ നടന്നുണ്ടായ എൻഡ് പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? എൻഡ് പ്രോഡക്ട്സ് ആണ് എഴുതേണ്ടത് കേട്ടോ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. പ്രോട്ടീൻ്റെ ഡൈജഷൻ നടന്നുണ്ടായ എൻഡ് പ്രോഡക്ട്സ് ആണ് അമീനോ ആസിഡ്സ്. ഫാറ്റിൻ്റെ ഡൈജഷൻ നടന്നുണ്ടായ എൻഡ് പ്രോഡക്ട്സ് ആണ് ഏതൊക്കെയാണ്? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ്. പ്രോട്ടീൻ ടു അമിനോ ആസിഡ്സ്, ഫാറ്റ് ടു ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു ടേബിൾ വരഞ്ഞ് ടേബിളിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ, ഫസ്റ്റ് ഡൈജഷൻ നടക്കുന്ന പ്ലേസ്, പിന്നെ അവിടെയുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് ഏതാണ്, ഡൈജസ്റ്റീവ് ജ്യൂസ് ഏതാണ്,
ആ ഡൈജസ്റ്റീവ് ജ്യൂസിലുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് ഏതാണ്, ആ എൻസൈംസിൻ്റെ ഫങ്ഷൻസും. ഇതൊന്ന് ടേബിളാക്കി വരച്ചെഴുതുകയും വേണം. ഫോർ എക്സാമ്പിൾ, ഡൈജസ്റ്റീവ് പ്ലേസ് മൗത്ത് ആണെന്നുണ്ടെങ്കിൽ മൗത്തിലുള്ള ഡൈജസ്റ്റീവ് ഗ്ലാൻഡ് സലൈവറി ഗ്ലാൻഡ്, ഡൈജസ്റ്റീവ് ജ്യൂസ് സലൈവ, ഡൈജസ്റ്റീവ് എൻസൈം സലൈവറി അമിലേസ്, ഫങ്ഷൻ കൺവേർട്ട് സ്റ്റാർച്ച് ടു പാർഷ്യലി സ്റ്റാർച്ച് ടു മാൾട്ടോസ്. അതേപോലെ സ്റ്റൊമക്കിലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾ എഴുതുക, ഡുവോഡിനത്തിൽ, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും അതേപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് അതൊരു ടേബിളായിട്ട് വരച്ച് എഴുതുകയും വേണം. ഓക്കെ.